ലോകത്തെ വിറപ്പിക്കുന്ന ആണവ പരീക്ഷണങ്ങളും പ്രോക്സി യുദ്ധങ്ങളും നടത്തിയിരുന്ന ഇറാൻ ഒടുവിൽ ഒരൊറ്റ മനുഷ്യന് മുന്നിൽ വിയർത്ത് കുളിച്ചിരിക്കുകയാണ്. ശത്രുക്കളെ എങ്ങനെ നേരിടണമെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്ത ഇറാനിലെ IRGCക്ക് ഡൊണാൾഡ് ട്രംപിന്റെ പെരുമാറ്റം താങ്ങാനാകാതെ വന്നപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചുപോയി. ട്രംപിന്റെ മനസ്സിലിരിപ്പ് പ്രവചിക്കുന്നതിനേക്കാൾ എത്രയോ എളുപ്പമാണ് കാലാവസ്ഥ പ്രവചിക്കുന്നത് എന്നാണ് ഇറാൻ പറയുന്നത്. ഒടുവിൽ അമേരിക്കയുമായി സമാധാന കരാർ ഒപ്പിടാൻ സാക്ഷാൽ മനോരോഗ വിദഗ്ധരുടെ സഹായം തേടിയിരിക്കുകയാണ് ഇറാൻ. കേൾക്കുമ്പോൾ ഒരു തമാശയായി തോന്നാമെങ്കിലും സംഭവം 100% സത്യമാണ്. അമേരിക്കയുമായി 107 ദിവസം നീണ്ടുനിന്ന യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകളിലാണ് ട്രംപിന്റെ പ്രവചനാതീതമായ സ്വഭാവം ഇറാന് വലിയ തലവേദനയായത്. ട്രംപിന്റെ മാനസികാവസ്ഥ കൃത്യമായി വിലയിരുത്താനും മധ്യസ്ഥൻ വഴി അദ്ദേഹത്തിന് നൽകേണ്ട സന്ദേശങ്ങൾ രൂപപ്പെടുത്താനും 2 മുതിർന്ന സൈക്കോളജിസ്റ്റുകളെയാണ് ഇറാൻ തങ്ങളുടെ ഉപദേശക സമിതിയിൽ ഉൾപ്പെടുത്തിയത്. കഴിഞ്ഞ ഏപ്രിലിൽ ഇസ്ലാമാബാദിൽ നടന്ന 1ാം ഘട്ട ചർച്ചകൾക്ക് ശേഷമാണ് ഇറാൻ ഇങ്ങനെ ഒരു അസാധാരണ നീക്കം നടത്തിയതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇത് കേവലം ഒരു നയതന്ത്ര നീക്കമല്ല, മറിച്ച് ട്രംപ് എന്ന ഉച്ചക്കിർക്കന്റെ മുൻപിലുള്ള ഇറാന്റെ സമ്പൂർണ്ണമായിട്ടുള്ള പരാജയ സമ്മതമാണ്. കാലാകാലങ്ങളായി അമേരിക്കൻ ഭരണകൂടങ്ങളെ വിരൽത്തുമ്പിൽ നിർത്തിയിരുന്ന ഇറാന്റെ പരമ്പരാഗത തന്ത്രങ്ങളൊന്നും ഇവിടെ വിലപ്പോയില്ല. മുൻ പ്രസിഡന്റുമാരെ പോലെ ചിട്ടയായ നയതന്ത്ര ഭാഷയല്ല ട്രംപിന്റേത്. എപ്പോൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയില്ല. ട്രംപിന്റെ ഈ പെരുമാറ്റ വൈകല്യങ്ങളെ നിയന്ത്രിക്കാനാണ് സൈക്കോളജിസ്റ്റുകളെ കൊണ്ടുവന്നതെന്നാണ് ഇറാന്റെ വാദം. എന്നാൽ സത്യത്തിൽ ട്രംപിന്റെ ഈ പ്രവചനാതീതമായ ശൈലി തന്നെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ആയുധമെന്ന് ഇറാൻ വൈകിയാണ് തിരിച്ചറിഞ്ഞത്. സൈക്കോളജിസ്റ്റുകളുടെ നിർദ്ദേശപ്രകാരം സന്ദേശങ്ങളിൽ മാറ്റം വരുത്തിയതോടെ ട്രംപിന്റെ പ്രതികരണങ്ങളിൽ അനുകൂലമായ മാറ്റം കണ്ടു എന്നാണ് ഇറാൻ ഉദ്യോഗസ്ഥർ അവകാശപ്പെടുന്നത്. സാമ്പത്തിക ഉപരോധങ്ങളിൽ നട്ടം തിരിയുന്ന ഇറാന് സമാധാന കരാർ ഒപ്പിട്ട് എങ്ങനെയെങ്കിലും ഈ യുദ്ധം അവസാനിപ്പിച്ചേ മതിയാകും. ജൂൺ 19 ജനീവയിൽ വെച്ച് സമാധാന കരാർ ഒപ്പിടാനിരിക്കെ ട്രംപിനെ പ്രീതിപ്പെടുത്തി എങ്ങനെയെങ്കിലും സ്വന്തം തടി രക്ഷിക്കാനുള്ള തത്രപ്പാടിലാണ് ഇറാനിയൻ നേതൃത്വം. അമേരിക്കയ്ക്ക് മരണം എന്ന് മുദ്രാവാക്യം വിളിച്ചിരുന്നവർ അതേ അമേരിക്കൻ പ്രസിഡന്റിനെ മനസ്സിലാക്കാൻ പാശ്ചാത്യ രാജ്യങ്ങളിലെ മനോരോഗ വിദഗ്ധരെ കൂട്ടുപിടിക്കുന്നത് കാണുമ്പോൾ ചിരിക്കാതിരിക്കുന്നത് എങ്ങനെ? പരമ്പരാഗത നയതന്ത്രജ്ഞതയും മര്യാദകളും മാറ്റിവെച്ച് ട്രംപിനെ പോലെ പരുക്കനായ ഒരാൾ അധികാരത്തിൽ വന്നാൽ ഇറാന്റെ ഒക്കെ അവസ്ഥ എന്താകുമെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. ട്രംപിന്റെ ഈ മാനസികാവസ്ഥ അമേരിക്കയ്ക്ക് ദോഷം ചെയ്തതുപോലെ തന്നെ ഗുണവും ചെയ്തിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. ന്യൂസ് ഡെസ്ക് കേരള.